ഹായ് ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ആദ്യമായിട്ടൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. ഇനി വീഡിയോയിലേക്ക് പോകാം. എങ്ങനെ നമുക്ക് സിമ്പിളായിട്ടൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം, ഇതാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് നമ്മുടെ ബിരിയാണിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചിക്കൻ മസാല പുരട്ടി വെക്കണം. ഞാൻ തലേന്നേ നമ്മുടെ ആസ് യൂഷ്വൽ നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് ഉപ്പ് ആവശ്യത്തിന്, ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഞാൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് സ്റ്റവിൽ ഒരു സോസ് പാൻ വെച്ചിട്ട് അതിൽ നമുക്ക് ഓയിൽ ഒഴിക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ യൂസ് ആക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം. ഞാനിവിടെ എടുത്ത് വെച്ച ചിക്കൻ ഞാൻ ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ചിക്കൻ ഹാഫ് ഫ്രൈ ആണ് ആക്കുന്നത്. അത് നമുക്ക് കുറച്ച് നേരം എണ്ണയിലൊന്ന് വറുത്തെടുത്താൽ മതി. ഞാനിവിടെ ചിക്കൻ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് ഒരു പരുവത്തിലാക്കി എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ചിക്കനെല്ലാം കോരി ബൗളിലേക്ക് ഇടുന്നുണ്ട്. ആദ്യം ഞാൻ എണ്ണയോട് കൂടിയാണ് ഇടുന്നത്, പിന്നെ ഞാൻ എണ്ണ ഫുള്ളും കളഞ്ഞിട്ടാണ് ബൗളിലേക്ക് മാറ്റുന്നത്. ഈ ബിരിയാണി വളരെ സിമ്പിളാണ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ റിച്ച് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും നമ്മളിതിൽ യൂസ് ആക്കുന്നില്ല. നമ്മുടെ അടുക്കളയിൽ എപ്പോഴും കണ്ടുവരുന്ന സാധനങ്ങൾ തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. എന്നിട്ട് ഫ്രൈ ചെയ്ത അതേ എണ്ണയിൽ തന്നെ ഞാൻ സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഇവിടെ ഞാനൊരു 12 എണ്ണം എടുത്തിട്ടുണ്ട്. 5 പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് പച്ചമുളകിന് നല്ല എരിവായതുകൊണ്ടും ഞാൻ 5 എണ്ണം എടുത്തോളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. അടച്ചു വെച്ചിട്ടാണ് ഞാൻ വഴറ്റുന്നത്. നമ്മുടെ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്യണം ഇതിലേക്ക്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 2 ടേബിൾ സ്പൂണാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. മല്ലിപ്പൊടി 4 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ മല്ലിപ്പൊടി 4ാമത്തെ ടേബിൾ സ്പൂണിൽ ഞാൻ എന്തോ ആലോചിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കാതെ തന്നെ നിങ്ങൾ ചേർത്തോളണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗരം മസാല ആവശ്യത്തിന്, കുരുമുളക് പൊടി എരിവിനനുസരിച്ച്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ മസാലകളുടെ എല്ലാം പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. അതുവരെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ പാചകത്തിനിടയിൽ കുറച്ച് കാര്യങ്ങൾ പറയാണ്. ഞാനിത് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് കുറച്ചേറെ മിസ്റ്റേക്സൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് വരാം. അത് നിങ്ങൾ ക്ഷമിക്കണം. വീഡിയോസ് മുഴുവനും കാണണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയും നമുക്ക് ബെറ്റർ ആക്കാം എന്ന വിശ്വാസത്തിൽ ഇനിയും ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും. ഇനി നമുക്ക് പാചകത്തിലേക്ക് പോവാം. ഇതിലേക്ക് ഞാൻ 3 തക്കാളിയാണ് ആഡ് ചെയ്യുന്നത്. തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാൻ അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിക്കുന്നുണ്ട് തക്കാളി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹാഫ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇതിലിടണം. അത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നമ്മൾ അതൊന്ന് കുക്ക് ചെയ്ത് വരാനുള്ള ആവശ്യത്തിനുള്ള വെള്ളമൊന്ന് ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടച്ച് വയ്ക്കുക. നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ആഡ് ചെയ്യാം. ഇനി നമുക്ക് റൈസിലോട്ട് പോവാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഡാൽഡയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിക്കാം, ഓയിൽ ഉപയോഗിക്കാം, നിങ്ങളെ ഇഷ്ടം. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ പട്ട, ഗ്രാമ്പു, ഏലക്ക ഉപയോഗിക്കുന്നുണ്ട്. ബേ ലീഫ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇനി ആവശ്യത്തിനുള്ള വെള്ളം, ഞാൻ 6 ഗ്ലാസ് അരിക്ക് 12 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫുഡ് കളർ ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ്. ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ നമ്മൾ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പാകത്തിന് റൈസ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ മസാല ആദ്യം ഒന്ന് ആഡ് ചെയ്യുക, പിന്നെ റൈസ്, പിന്നെ ചിക്കൻ മസാല, റൈസ്, അങ്ങനെ കുറച്ച് മുകളിൽ നമ്മൾ ഗാർണിഷൊക്കെ ചെയ്തിട്ടുണ്ട്. കിസ്മിസ്, ഉള്ളി, മല്ലിയില. നമ്മുടെ സിമ്പിൾ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്.